ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിന് വേണ്ടിയാണ്. ഈ ഞായറാഴ്ചയാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡുമാണ് നേരെ വരുന്നത്. ഇന്ത്യ ഓൾറെഡി ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ വില കുറച്ച് കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ മത്സരത്തിൽ ന്യൂസിലൻഡ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇന്ത്യ ന്യൂസിലൻഡ് മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായ് ബീച്ചിൽ ഒരു ടീമിനും കളിക്കാൻ സാധിക്കില്ല. ഇന്ത്യയുടെ സ്പിൻ കെണിക്ക് മുന്നിൽ ഏതൊരു ടീമായാലും വീണുപോകും. കഴിഞ്ഞ മത്സരത്തിൽ ന്യൂസിലൻഡ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 360 മുകളിൽ റൺസ് അവർ നേടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കെതിരെ ഇതുപോലത്തെ കളി ആവർത്തിച്ചാൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി തോൽക്കും. പക്ഷേ ന്യൂസിലൻഡ് ദുബായ് പിച്ചിൽ ഫോമായിട്ടില്ല. പാകിസ്ഥാനിൽ മാത്രമാണ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ അടിച്ചു കളിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ. ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി നേടാനുള്ള സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ എപ്പോഴും ഫൈനലിൽ ന്യൂസിലൻഡുമായിട്ട് തോൽക്കാറുണ്ട്. അതാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇത്തവണ ഇന്ത്യ ചരിത്രം തിരുത്തും. രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ ഇന്ത്യൻ ടീമിന് ചാമ്പ്യൻസ് ട്രോഫി നേടിത്തരും. നിലവിൽ ഇന്ത്യക്ക് ബൗളിംഗിൽ പേടിക്കാനില്ല. ബാറ്റിംഗിലാണ് ഇന്ത്യ കുറച്ച് അടിപതറുന്നത്. ഫൈനൽ മത്സരത്തിൽ കോഹ്ലി ഫോമിലേക്ക് എത്തിയാൽ പിന്നെ ഇന്ത്യൻ ടീമിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. കോഹ്ലി സെഞ്ചുറി അടിച്ചാൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി ജയിക്കും. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ കൂടി ഫോമായാൽ ഇന്ത്യക്ക് മികച്ച സ്കോർ നേടാൻ സാധിക്കും. ടോസ് ലഭിക്കുന്ന ടീമിനായിരിക്കും വിജയ സാധ്യത കൂടുതൽ. ദുബായ് ബീച്ചിൽ ഇന്ത്യക്ക് സെക്കൻഡ് ബാറ്റിംഗ് കിട്ടുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് നോക്കാം. രോഹിത്, ഗില്ല്, കോഹ്ലി, ശ്രേയസ്, അക്ഷർ പട്ടേൽ, രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, ജഡേജ, വരുൺ ചക്രവർത്തി, മുഹമ്മദ് ഷമി, കുൽദീപ് യാദവ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. വാശിയേറിയ മത്സരമായിരിക്കും ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. ക്രിക്കറ്റ് ആരാധകർ ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ് ഫൈനലിന് വേണ്ടി. ഇന്ത്യ കപ്പ് നേടണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ന്യൂസിലൻഡിനെ വില കുറച്ച് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.